ആസാം ഇപ്പോൾ സ്തംഭിച്ചിരിക്കുകയാണ്, എങ്ങും മൗനം മാത്രം. അതിൻ്റെ കാരണം അവിടുത്തെ ഒരു പ്രശസ്ത പാട്ടുകാരൻ, ഇതിഹാസ പാട്ടുകാരൻ സുബിൻ ഗാർഗെ, അദ്ദേഹം മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. മലയാളികൾക്കും ഒരുപക്ഷെ അദ്ദേഹം സുപരിചിതനാണ് എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ വിയോഗം ഈ ഗാന രംഗത്തെ എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത്? അദ്ദേഹം സുബിൻ ഗാർഗിനെ കുറിച്ച് ആരാണ് സുബിൻ ഗാർഗ് എന്ന് അറിയുമ്പോഴാണ് നമ്മൾ അതിശയപ്പെടുക. അസമിൻ്റെ ശബ്ദം നിലച്ചു എന്നാണ് അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ആരാധകർ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ സ്നേഹിക്കുന്ന ആളുകൾ പറയുന്നത്. ഒരു സംഗീത ഇതിഹാസം ആണ് എന്ന് അദ്ദേഹത്തെക്കുറിച്ച് പറയാം. അദ്ദേഹം സാധാരണ പാട്ടുകാരനായിട്ട് ജീവിതം ആരംഭിച്ചിട്ട് അസമിൻ്റെ തനത് സംഗീതവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ട് അദ്ദേഹം ഹിന്ദി സംഗീത മേഖലയിലേക്ക് കടന്ന് ഒറ്റയൊരു പാട്ടുകൊണ്ട്, ഗാങ്സ്റ്റർ എന്ന സിനിമയിലെ ഒരു ഒറ്റ പാട്ടുകൊണ്ട്, യാ അലി കേട്ടിട്ടുണ്ടോ? ധന്യ അത് കേട്ടിട്ടുണ്ടോ? പാട്ട് വളരെ പ്രശസ്തമാണ്. അപ്പോൾ ആ പാട്ട് അത്രമേൽ പോപ്പുലറായിട്ട് അത്രമേൽ വലിയ വിശ്രുത ഗായകനായിട്ട് അദ്ദേഹം വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹം 53-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം പൊലിഞ്ഞു പോകുന്നത്. അദ്ദേഹം സിംഗപ്പൂരിൽ നടന്ന നോർത്ത് ഈസ്റ്റ് ഇന്ത്യ ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്നതിനിടയിൽ നീന്തൽ നടത്തുന്നതിനിടയിലാണ് അദ്ദേഹം മരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ശാരീരികമായ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ പ്രശ്നങ്ങൾ രോഗാവസ്ഥ ഉണ്ടായിരുന്നു എന്ന്, അദ്ദേഹം ചികിത്സയിലായിരുന്നു എന്ന് പിന്നീട് പത്രക്കുറിപ്പിൽ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. നമ്മളിത് ഈ അകാലത്തിൽ പൊലിഞ്ഞു പോകുന്ന ഇത്തരം നക്ഷത്രങ്ങളെക്കുറിച്ച്, കലാകാരന്മാരെ കുറിച്ച് പ്രത്യേകിച്ച്, രാഷ്ട്രീയ രംഗത്തും മറ്റെല്ലാ രംഗങ്ങളിലും ഇത്തരം ആളുകളൊക്കെ ഉണ്ട് എങ്കിലും നമുക്കിത് കലാകാരന്മാർ മറഞ്ഞു പോകുമ്പോൾ നമുക്ക് വല്ലാതെ സങ്കടം അല്ലേ? നോക്കൂ ധന്യ, നമ്മുടെ കൂടെ ഇപ്പം ഞാനൊരു ചലച്ചിത്ര പ്രവർത്തകൻ എന്ന നിലയ്ക്ക് എൻ്റെ കൂടെ ഒപ്പം പ്രവർത്തിച്ചിരുന്ന ധാരാളം ആളുകളുണ്ട്. ധാരാളം ആളുകൾ എന്ന് പറഞ്ഞാൽ ഗിരീഷ് പുത്തഞ്ചേരി, മലയാളം കണ്ട ഏറ്റവും മികച്ച പാട്ടെഴുത്തുകാരനായിരുന്നു. അതുപോലെ നരേന്ദ്രപ്രസാദ്, അദ്ദേഹം ഒരു വലിയ നടൻ എന്ന നാടക നടൻ, ഒരു അക്കാഡമിഷ്യൻ എന്ന നിലയ്ക്കൊക്കെ അദ്ദേഹം വളരെ പ്രശസ്തനായിരുന്നു. അകാലത്തിലാണ് പോയത്. അത്രയൊന്നും ജീവിച്ചാൽ പോരാ അവര്. ബാലഭാസ്കർ വിശ്രുതനായിട്ടുള്ള ഒരു വയലിനിസ്റ്റായിട്ട് മാറേണ്ട ആളാണ്. അദ്ദേഹം വാഹനാപകടത്തിൽ വളരെ ചെറുപ്പത്തിൽ മരിച്ചുപോയി എന്നുള്ളതാണ്. അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട മുരളിച്ചേട്ടൻ, നടൻ മുരളി, നാടകവുമായി ബന്ധപ്പെട്ട് നരേന്ദ്രപ്രസാദിന്റെ ശിഷ്യനായിരുന്നു. അപ്പൊ അദ്ദേഹം ഒന്നും അത്ര കാലം ജീവിച്ചാൽ പോരാ എന്ന് പറയുന്നത്. ടി റസാഖ്, മലയാളത്തിലെ എക്കാലത്തെയും മികച്ച തിരക്കഥാകൃത്ത്, ലോഹിദാസിനും എം ഡിക്കൊക്കെ ശേഷം, പത്മനാഭന് ശേഷം മികച്ച തിരക്കഥാകൃത്തായിട്ടുള്ള ഒരാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ അനുജൻ ടി എ ഷാഹിദ് ഒരുപാട് വലിയ കൊമേഴ്സ് സിനിമകളൊക്കെ എഴുതിയിട്ടുള്ള ആളാണ്. അതോടൊപ്പം തന്നെ ഇളയരാജയുടെ മകൾ ഭവതാരണി, അത് ക്യാൻസർ രോഗി ആയതിനു ശേഷമാണ് അവർ മരിക്കുന്നത്. അകാലത്തിലാണ് മരിച്ചു പോയത്. ഇതിനേക്കാളൊക്കെ വലിയൊരു സങ്കടം നമ്മുടെ വിശ്രുത സംഗീതജ്ഞൻ, നമ്മുടെ മലയാളത്തിൻ്റെ സ്വന്തമായിരുന്ന ശ്രീ രവീന്ദ്രൻ മാസ്റ്റർ. അദ്ദേഹം ഒന്നും അത്ര പെട്ടെന്ന് പോകേണ്ട ആളല്ല. എല്ലാം ഈ 50-ന് ശേഷം 60-നൊക്കെ ഇടയിലാണ് ഇവരെല്ലാം പോയത്. ഇനിയും ഒത്തിരി കാലം അവർ നമ്മുടെ കൂടെ ഉണ്ടാവും. പൊതുവേ ഈ കലാകാരന്മാരൊക്കെ പെട്ടെന്ന്, ഈ കലാകാരന്മാരെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ആളുകൾ പറയുന്നത് എന്താ പറയുക, മദ്യപാനികൾ, ഇങ്ങനെ ഇപ്പോൾ സാറിനെ പോലെ തന്നെ താടിയും മുടിയും ഒക്കെ വളർത്തി വേറൊരു ലോകത്താണ് അവർ ജീവിക്കുന്നത് എന്നൊക്കെയാണ് പൊതുവേ ഉള്ള അതാണ് ഇങ്ങനെ ഇവർ പെട്ടെന്ന് മരണപ്പെടാനുള്ള കാരണം എന്നൊക്കെയാണ് പലരും പറയുന്നത്. ഈ കലാകാരന്മാർക്ക് അങ്ങനെ ഒരു വിശേഷണമുണ്ട്. ചിലപ്പോൾ പലരും മദ്യപാനികളായിരിക്കില്ല, അവരുടേതായ ഒരു ലോകം സൃഷ്ടിച്ചിട്ടുണ്ടാകും. പക്ഷേ എല്ലാത്തിൽ നിന്ന് മാറി സമാധാനത്തോടെ നിന്നാലേ പലപ്പോഴും ഈ വരികൾ അടക്കം അവരുടെ മനസ്സിലേക്ക് വരുമെന്ന്. സാറിന്റെ ഒരു അനുഭവം എങ്ങനെയാ അതിലൊക്കെ? നമ്മള് ഈ തമാശക്ക് താടിയും മുടിയും വളർത്തുന്നത് ഒരു മരണകാരണമല്ല, അതൊരു ശൈലിയാണ്, അതൊരു രൂപം, കലാകാരന്മാരുടെ ഒരു മുഖമുദ്രയായിട്ട് വേണമെങ്കിൽ പറയാം. പക്ഷെ ഒരു കാര്യം തന്നെ സൂചിപ്പിച്ചത് ശരിയാണ്. ചിട്ടയായ ഒരു ജീവിതത്തിന്റെ അപര്യാപ്തത, കുറവ്, അതിന്റെ അഭാവം എന്ന് പറയുന്നത് ഒരുതരം അശ്രദ്ധ ജീവിതത്തിന് ഇവരെല്ലാവരുടെയും കൂടപ്പുറപ്പാണ്. ഞങ്ങളൊക്കെ കൂടപ്പുറപ്പാണ് ഈ അശ്രദ്ധ എന്ന് പറയുന്നത്. പക്ഷെ നല്ല സഹയാത്രികർ, നല്ല സുഹൃത്തുക്കൾ, നല്ല മെൻറ്റേഴ്സ്, നല്ല സഹധർമ്മിണി, കുടുംബമൊക്കെ വരുമ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ച് കുറച്ചൊക്കെ ബോധവാന്മാർ ആവുന്നത്. പക്ഷെ അവരെയൊക്കെ സ്നേഹിക്കുന്ന ഈ കുടുംബങ്ങളൊക്കെ മറന്നുകൊണ്ട് തന്നെ അശ്രദ്ധമായ ജീവിതത്തിലൂടെ അകാലത്തിൽ പൊരിഞ്ഞുപോയ ആളുകൾ. ഈ ഒരു യാത്ര നോക്കൂ. നമ്മൾ ഈ മറ്റാൾക്കാരിലേക്ക് പോയ ഇന്ത്യൻ സിനിമാ രംഗത്തെ തന്നെ നോക്കൂ. പുനീത് രാജ്കുമാർ, കന്നഡ സിനിമയിലെ അന്ന എന്നറിയപ്പെടുന്ന എത്രയും വലിയ ആളായിരുന്നു. ഡോക്ടർ രാജകുമാറിന്റെ മകൻ. ഏറ്റവും അധികമായിട്ട് എക്സസൈസ് ചെയ്തിട്ട് ബോഡി ബിൽഡിങ്ങിന് വേണ്ടി ശ്രമിച്ചിട്ട് അങ്ങനെ ഓവർഡൂ ചെയ്തിട്ട് അദ്ദേഹം ഹൃദയസ്തംഭനം വന്നിട്ട് മരിച്ചുപോയ ആളാണ്. അതുപോലെ വൈശാലി താക്കർ, നടിയായിട്ടുള്ള ഹിന്ദി ടെലിവിഷൻ ലോകത്തെ യുവജനതയെ കീഴടക്കിയ നടിയായിട്ടുള്ള വൈശാലി താക്കർ 29-ാമത്തെ വയസ്സിലാണ് മരിക്കുന്നത്. അകാലത്തിൽ പിരിഞ്ഞുപോയി. ശ്രീദേവി, എക്കാലത്തെയും ഇന്ത്യൻ സിനിമയുടെ എന്താ പറയുക, വശ്യ സൗന്ദര്യം, ഗ്ലാമറസിന്റെ അങ്ങേയറ്റമായിരുന്ന
മലയാളത്തിലടക്കം അഭിനയിച്ചിട്ടുള്ള തമിഴിൻ്റെയൊക്കെ ഹിന്ദിയുടെയും ലോകത്തിൻ്റെ വലിയ ഇഷ്ട പാത്രമായിരുന്ന ശ്രീദേവി ഒരു ബാത്ടബിലാണ് മുങ്ങി മരിക്കുന്നത്. അവർ മദ്യപിച്ചിരുന്നു എന്നാണ് അവർ ഒരാക്ഷേപം പറയുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. അത് അവിടെ ഇരിക്കട്ടെ. പക്ഷെ അവർ ഇനിയും ഒത്തിരി കാലം നമ്മുടെ കൂടെ ഉണ്ടാവേണ്ടതായിരുന്നു എന്നാണ്. വൈഭവി ഉപാധ്യായ മറാത്തി സിനിമയിലെ പ്രതിഭാധനയായ ഒരു നടിയാണ്. അവരും ഈ പറഞ്ഞ പോലെ 32ാമത്തെ വയസ്സിലാണ് അവരുടെ വിയോഗം ഉണ്ടാവുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലാണ് ഈ അസമിൻ്റെ സുബിൻ ഗാർഗിൻ്റെ വിയോഗം എന്ന് പറയുന്നത്. 53 വയസ്സേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ പോയാൽ ആസാമിൻ്റെ ശബ്ദവും ആത്മാവുമാണ് അവരെന്നാണ് പറയുന്നത്. നമ്മളെപ്പോഴും പലപ്പോഴും ഈ ആസാം എന്ന ഒരു സംസ്ഥാനത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാനൊരിക്കലും MD സാറിൻ്റെ അടുത്ത് ഒരു ലേഖനം എഴുതി വാങ്ങാൻ വേണ്ടി ചെന്നിട്ട് കോഴിക്കോട് വെച്ച്, അപ്പോൾ അദ്ദേഹത്തിന് അത് തന്ന ശേഷം അതിൻ്റെ പ്രൂഫ് റീഡിങ്ങിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ പോയി. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹം ഇത് വായിച്ചു നോക്കിയിട്ട് ഞാൻ ആസാം എന്നാണ് അതിൽ എഴുതിയിരുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും ആസാം എന്നാണ് പറയുക. അപ്പോൾ എന്നോട് പറഞ്ഞു അസം എന്നാണ്. എന്തുകൊണ്ടാണ് അസം എന്ന പേര് വന്നതെന്നും അതിൻ്റെ സംസ്കാരം, അതിൻ്റെ ചരിത്രം, വർത്തമാനങ്ങൾ എല്ലാം വളരെ വിശദമായിട്ട് MD സാർ പറയുകയായിരുന്നു. കാമാഖ്യയിലെ ശിലകളെക്കുറിച്ച്, ആ ക്ഷേത്രത്തെക്കുറിച്ച് ഒക്കെ ഇങ്ങനെ പറഞ്ഞു. ഞാനിതിപ്പോൾ ഓർമ്മിക്കുകയാണ് ഈ സുബിൻ ഗാർഗിൻ്റെ ഈ പേര് പറയുമ്പോൾ. അപ്പോൾ അങ്ങനെയുള്ള വലിയ പൈതൃകമുള്ള ഒരു സ്ഥലത്തെ അവിടുത്തെ ജനതയെ കീഴടക്കാൻ കഴിഞ്ഞ ഒരാളാണ് കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞിരിക്കുന്നത്. സുബിൻ ഗാർഗിൻ്റെ ജീവിതം, അദ്ദേഹത്തിൻ്റെ ശബ്ദവും ആത്മാവും ഒക്കെ നമ്മൾ മനസ്സുകൊണ്ട് നമിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലേക്ക് പോകുമ്പോൾ അദ്ദേഹം ആരായിരുന്നു എന്ന് നോക്കുമ്പോൾ സുബിൻ ബോർത്താക്കൂർ എന്ന് പറയുന്നത് ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയാണ്. കുറച്ച് ഈ സവർണറായിട്ടുള്ള ബ്രാഹ്മണരായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് അവർ. അപ്പോൾ അങ്ങനെ സുബിൻ ബോർത്താക്കൂർ എന്നാണ് അദ്ദേഹത്തിൻ്റെ ജന്മനാമം. അദ്ദേഹം ജനിച്ചത് 1972 തുര എന്ന് പറയുന്ന സ്ഥലത്താണ്, മേഘാലയയിൽ. അപ്പം അതിമനോഹരമായ മേഘങ്ങളെ തൊട്ടുരുമുന്ന സ്ഥലമാണ് മേഘാലയെക്കുറിച്ച് പറയുന്നത്. ഇലി ബോർത്താക്കൂർ എന്ന ഗായികയുടെ മകനായി മോഹിനി മോഹൻ ബോർത്താക്കൂർ എന്ന കവിയും ഗാനരചയിതാവുമായിട്ടുള്ള, നോക്കണം ഇദ്ദേഹം ജനിച്ച ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് ഒരു ഗായികയാണ്, കവിയാണ്, ഗാനരചയിതാവാണ്, അമിതാഭ് ബച്ചൻ്റെ പിതാവിനെ പോലെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിൽ അദ്ദേഹം ജനിച്ചു വീണപ്പോൾ അദ്ദേഹം ഒരു പാട്ടുകാരനായില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നിന്ന് 3ാമത്തെ വയസ്സിൽ അദ്ദേഹം സംഗീത പ്രകടനങ്ങൾ തുടങ്ങി എന്നാണ് പറയുന്നത്. സംഗീതത്തെ ആദ്യ പാഠങ്ങളൊക്കെ പഠിച്ചു തുടങ്ങി. അദ്ദേഹത്തിൻ്റെ സംഗീത യാത്ര ആരംഭിക്കുന്നത് 1992 അനാമിക എന്ന അസമീസ് സംഗീത ആൽബത്തിലൂടെയാണ്. അതിലൂടെയാണ് അരങ്ങേറ്റം കുറിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം പ്രശസ്തനായ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അസമിൻ്റെ തനത് സംഗീതമായ ബിഹു എന്ന് പറഞ്ഞ സംഗീത ശാഖയുണ്ട്. നമ്മുടെ ഈ ഡൽഹിയിലൊക്കെ സാംസ്കാരിക പ്രോഗ്രാമൊക്കെ നടക്കുമ്പോൾ കേരളത്തിൻ്റെത് അടക്കമുള്ള തെയ്യം കലാരൂപങ്ങളൊക്കെ അവതരിപ്പിക്കുന്ന കൂട്ടത്തിൽ തന്നെ നമ്മുടെ ഈ ദൂരദർശൻ്റെ പ്രോഗ്രാമിലായിട്ട് ഈ ബിഹു സംഗീത പരിപാടികളൊക്കെ സ്ഥിരം കാണാം. അപ്പോൾ ഇനി കാണുമ്പോൾ അത് തന്നെ പ്രേക്ഷകർ ശ്രദ്ധിക്കും എന്നാണ് വിചാരിക്കുന്നത്. ബിഹു അത്ര മനോഹരമായിട്ടുള്ള പ്രത്യേക താളമുള്ള ഒരു ഹൃദയ താളമുള്ള ഒരു സംഗീത ശാഖയാണ്. ഈ ബിഹു സംഗീതത്തെ ആധുനിക സംഗീതവുമായി ചേർത്തുകൊണ്ട് നമ്മുടെ വിശ്രുത സംഗീതജ്ഞൻ AR റഹ്മാനൊക്കെ ചെയ്യുന്നത് പോലെ ലോകത്തിൻ്റെ ഈ സംഗീതത്തിൻ്റെ അതിർത്തികളെല്ലാം ഭേദിച്ചുകൊണ്ട് അത് ലോകം മുഴുവൻ എത്തിക്കാൻ ഇദ്ദേഹം വഹിച്ച പങ്ക് ചെറുതല്ല. അപ്പോൾ അങ്ങനെ ഒരു പുതുമയുള്ള സംഗീത ഭാഷ അദ്ദേഹം സൃഷ്ടിക്കുകയാണ് ഉണ്ടായത്. അപ്പം വടക്ക് കിഴക്കൻ ഇന്ത്യയിൽ അദ്ദേഹത്തിൻ്റെ ശബ്ദം തന്നെ ഒരു വിപ്ലവമായെന്നാണ് പറയുന്നത്, നിരൂപകർ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ശബ്ദം തന്നെ ഒരു വിപ്ലവമാകുന്നു, സംഗീതം തന്നെ വിപ്ലവമാകുന്നു. അല്ല ആളുകൾക്ക് ഇടയിലേക്ക് രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ഇറങ്ങി പ്രവർത്തിക്കുകയോ അല്ലെങ്കിൽ ആളുകളെ സഹായിക്കാൻ ഇറങ്ങുകയോ ചെയ്യുന്നതിനപ്പുറം അവരെ പ്രചോദിപ്പിച്ചുകൊണ്ട്, അതും വിപ്ലവമാണല്ലോ, അതും രാഷ്ട്ര സേവനം തന്നെയാണ്. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ കലാകാരന്മാരെല്ലാം നമ്മളെ പ്രചോദിപ്പിച്ചുകൊണ്ടായിരിക്കുന്നത്. ഒരു ധർമ്മം അവർ പുലർത്തുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പോകുന്നതിനിടയ്ക്കാണ് അദ്ദേഹം ദേശീയ പ്രശസ്തിയിലേക്ക് ഉയരുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ 2006 ദ ഗാങ്സ്റ്റർ എന്ന ഹിന്ദി പടം, ഗാങ്സ്റ്റർ വലിയ ഹിറ്റായ പടമാണ്, ഇമ്രാൻ ഹാഷ്മിയും ഒക്കെ അഭിനയിച്ച പടം. ആ ഗാങ്സ്റ്ററിലെ യാ അലി എന്ന വളരെ പ്രശസ്തമായ ഗാനം, ഞാൻ അദ്ദേഹം വിടവാങ്ങിയെന്ന് അറിഞ്ഞപ്പോൾ ഈ ഗാങ്സ്റ്ററിലെ പാട്ടുകൾ ഞാൻ എടുത്തു നോക്കുമ്പോൾ എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹത്തിന് ആ പാട്ടിൻ്റെ ഇടയിൽ അദ്ദേഹത്തിൻ്റെ വിഷ്വലുകളുണ്ട്. ഇത് കണ്ടിട്ട് സുബിൻ ഗാർഗ് ആരായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവും. അത്ര ആർജവത്തോടെയാണ് അദ്ദേഹം ഒരു ഭക്തി നിർഭരമായ മോഡേൺ സംഗീതത്തിൻ്റെ അകമ്പടിയോടുള്ള ആ പാട്ട് പാടുന്നത്. അങ്ങനെയുള്ള ദേശീയ പ്രശസ്തി നേടിയെടുത്ത അദ്ദേഹം തുടർന്ന് ബംഗാളിയും അസമീസും തുടങ്ങിയ പല ഭാഷകളിലും പാടി 38,000 പാട്ടുകൾ അദ്ദേഹം പിന്നീട് പാടിയെന്നാണ് പറയുന്നത്. 38,000 ഗാനങ്ങളാണ് അദ്ദേഹത്തിൻ്റെ റെക്കോർഡ് ചെയ്യപ്പെട്ടത്. ഇദ്ദേഹം
പ്ലേബാക്ക് സിംഗർ, ലിറിസിസ്റ്റ്, കമ്പോസർ, ആക്ടർ, സോഷ്യൽ ആക്ടിവിസ്റ്റ് എന്നീ നിലകളിലൊക്കെ അസമിൻ്റെ ആത്മാവ്, ആ വാക്ക് തന്നെ ഒരു ഘടനയുണ്ട്, അസമിൻ്റെ ആത്മാവ്, ദ സോൾ ഓഫ് അസം എന്ന പേരിലാണ് അദ്ദേഹം വിശേഷിക്കപ്പെട്ടത്. ജനകീയ വിഷയങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ട്, നമ്മുടെ വേടനൊക്കെ പോലെ ജനകീയ വിഷയങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ട് ഇടപെട്ടുകൊണ്ട് സാമൂഹ്യ പ്രവർത്തനം, അത് തന്നെ ഒരു സാമൂഹ്യ പ്രവർത്തനം എന്ന നിലയ്ക്കാണ് അദ്ദേഹം പോയത്. അപ്പോൾ അദ്ദേഹത്തിന് വർഷങ്ങളായിട്ട് സീഷർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രത്യേക രോഗമുണ്ടായിരുന്നു എന്നാണ് കുടുംബം പറയുന്നത്. അപ്പം ഇദ്ദേഹം ഇന്നിപ്പം ഓർമ്മയായി അവശേഷിക്കുമ്പോൾ സുബിൻ ഗാർഗ് വെറും ഒരു ഗായകനായിട്ടല്ല നമുക്ക് തോന്നുന്നത്, അസമിൻ്റെ സാംസ്കാരിക പ്രതീകം കൂടിയായിട്ട് മനോഹരമായിട്ടുള്ള അസമീസ് വേഷധാരികളായിട്ടുള്ള നർത്തകരൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവരുടെയൊക്കെ പാട്ടുകളിൽ അവരുടെയൊക്കെ തനത് ബിഹു പാട്ടിൻ്റെയൊക്കെ അകമ്പടി സേവിച്ചുകൊണ്ട് അവരിനി പാടുമ്പോൾ ആടുമ്പോഴൊക്കെ ഒരുപക്ഷെ നമ്മളിനി കേൾക്കുന്നതൊക്കെ ഈ പറയുന്ന ഇദ്ദേഹത്തിൻ്റെ സംഗീതം, സുബിൻ ഗാർഗിൻ്റെ സംഗീതമായിരിക്കും. ആ നിലയ്ക്കൊക്കെ അദ്ദേഹം വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കപ്പെടുകയാണ്. ഈ കലാകാരന്മാരുടെ ജീവിതമൊക്കെ, ജീവിത സംഭാവനകളൊക്കെ അവിസ്മരണീയം തന്നെയാണ്. പക്ഷേ ഇതൊരു കാര്യം നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്, നമ്മൾ ശരിയായ ചിട്ടയായ ജീവിതത്തിലൂടെയാണ് നമ്മളൊക്കെ പോകേണ്ടത്. അത് കലാകാരന്മാരെ മാത്രമല്ല കേട്ടോ, എല്ലാ മനുഷ്യരും ചിട്ടയായ അവനവൻ്റെ ആരോഗ്യ പരിപാലനത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് തനിക്കും തൻ്റെ സൊസൈറ്റിക്കും തൻ്റെ കുടുംബത്തിനും, ആദ്യം കുടുംബത്തിനാണ് നഷ്ടമുണ്ടാകുന്നത്, അവർക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ സംഭാവന ചെയ്യാൻ നിയോഗിക്കപ്പെട്ടവർ കൂടിയാണ്. സന്തോഷിപ്പിക്കാൻ വേണ്ടി, തങ്ങളുടെ കലാരൂപങ്ങളിലൂടെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ തന്നെ ഇവർ ഇതും വിധിക്കപ്പെട്ടവരാണ് എന്ന ഒരു ഓർമ്മ അവർക്കുണ്ടാവണം. ഇവരെ പോലെ ഇദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ നമ്മുടെ ഹൃദയത്തിൽ എന്നും സുബിൻ ഗാർഗ് ജീവിക്കുക തന്നെ ചെയ്യും. പ്രതിഭകൾ എത്ര വിട പറഞ്ഞാലും അവരുടെ കല ഒരിക്കലും മരിക്കുന്നില്ല എന്നതാണ് വാസ്തവം. മരിച്ചുപോയ അവർ നമുക്ക് തൊട്ടപ്പുറത്ത്, എൻ്റെ ഗുരുനാഥൻ പറയുന്നത് പോലെ, ഒരു തിരശ്ശീലയ്ക്കപ്പുറത്ത് ഒരു ഓർമ്മയായി, ചെറിയ ഒരു ഓർമ്മയായിട്ട് അവരെന്നും ഉണ്ട്. നമുക്ക് കാണാം, ഒരു മായാതെ മറയാതെ കാണാമറയത്ത് എപ്പോഴും ഉണ്ട്. സുബിൻ ഗാർഗിൻ്റെ സംഗീതം എന്നും അനശ്വരമായി ജീവിക്കുക തന്നെ ചെയ്യും. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നമുക്ക് നിത്യശാന്തി നൽകാം.